إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها إن الإنسان لظلوم كفار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി സൂക്ഷിച്ച് പാലിച്ച് അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം എന്നെയും അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ കഴിഞ്ഞു. എന്നാലും ആ ഓർമ്മ നമ്മുടെ മനസ്സിന്ന് വിട്ടുമാറാറായിട്ടില്ല. റമളാൻ എങ്ങനെ നമ്മുടെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കണം. റമളാനിലെ സദഖയും തറാവീഹും ജമാഅത്തും അതുപോലുള്ള ബാക്കിയുള്ള നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ റമളാനിൽ നമ്മൾ എന്തൊക്കെ നേടിയെടുത്തിട്ടുണ്ടോ, എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ, ആ കർമ്മങ്ങളൊക്കെ തുടർന്നു പോകാനും നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഒരു വീഴ്ച ആ വിഷയത്തിൽ ഉണ്ടാവരുത്. റമളാനിലൊക്കെ ജമാഅത്തിനൊക്കെ ആളുകൾ ധാരാളമായിരുന്നു. പല തിരക്കുണ്ടെങ്കിലും ഒക്കെ മാറ്റി വെച്ചിട്ട് ബാങ്ക് കേട്ടാൽ ആ ജമാഅത്തിന് മുമ്പുള്ള സുന്നത്ത് പോലും നമസ്കരിക്കാൻ വലിയ താല്പര്യം നമ്മൾ കാണിച്ചു. നമ്മൾ ജമാഅത്തുകൾക്ക് വന്നു. ഇനിയും അത് തുടരണം. റമളാൻ എന്ന് പറയുന്ന ഒരു പരിശീലനമാണ്. നമ്മളെ ഇച്ഛകളെ നിയന്ത്രിക്കാനും കർമ്മങ്ങൾ ചെയ്യാനുമുള്ള ഉത്സാഹം നൽകുന്ന ഒരു മാസമാണ് റമളാൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടത് തുടർന്നു പോകണം. നമ്മുടെ മനസ്സ് ഒരിക്കലും ഇനി മലിനമാവരുത്. നമ്മൾ ശുദ്ധമാക്കിയതാണ്. നമ്മൾ ആരൊക്കെ എന്തൊക്കെ വിഷയങ്ങളോ തെറ്റി നിൽക്കുന്നവരോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതൊക്കെ നമ്മൾ പൊരുത്തപ്പെടിച്ച്, കാരണം ഈ ഒരു മാസക്കാലം എൻ്റെ കർമ്മം അല്ലാഹ് സ്വീകരിക്കണം. അല്ലെങ്കിൽ എന്നോളം നഷ്ടത്തിൽപ്പെട്ടവൻ ആരും വേറെയില്ല. കാരണം പട്ടിണി കിടക്കുകയാണ്. എൻ്റെ എല്ലാം അള്ളാഹു ഹലാലാക്കിയതൊക്കെ മാറ്റിവെക്കുന്നത് പടച്ചോൻ്റെ പ്രീതി കൂടിയിട്ടാണ്. അതുകൊണ്ട് എനിക്ക് റമളാന് കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി നമ്മളെല്ലാ നിലക്കുള്ള തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്ന് ശുദ്ധമായ മനസ്സോടുകൂടിയാണ് നമ്മൾ ഇന്ന് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ മനസ്സിനി നമ്മൾ ഒരിക്കലും കേടുവരുത്തരുത്. ഈ മനസ്സൊരിക്കലും കേടുവരുത്തരുത്. കാരണം നമ്മളുടെ മനസ്സ് കേടുവന്നാൽ പിന്നെ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹ് സ്വീകരിക്കൂല. ഇനി എന്തെങ്കിലും നിലക്കുള്ള പ്രയാസങ്ങൾ വരികയാണെങ്കിലോ അപ്പം നമ്മളത് ക്ലിയറാക്കി കൊണ്ടുപോകുക. സഹോദരങ്ങളെ, റമളാൻ എന്ന് പറയുമ്പോൾ പടച്ചോന് വലിയ അനുഗ്രഹമാണ്.
റമദാനിൽ ജീവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ നേട്ടമാണ്. കാരണം അത് ലഭിക്കാത്തവർ ധാരാളം ഉണ്ടായിട്ടില്ലേ? കഴിഞ്ഞ കൊല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞ ആളുകൾക്ക് ഈ കൊല്ലത്തെ റമദാനിൽ ലഭിച്ചിട്ടില്ല. ആ റമദാനിൽ പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയിട്ടില്ല, സദക്ക കൊടുക്കാൻ അവസരം കിട്ടിയിട്ടില്ല. എന്നാൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അത് പടച്ചോന്റെ വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിൽ നമ്മൾ സദാ നന്ദി കാണിക്കണം, ശുക്ർ ചെയ്യണം, റബ്ബിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹ് സ്വീകരിക്കണമേ. 6 മാസക്കാലം സഹാബാക്കളൊക്കെയും 6 മാസക്കാലം പ്രാർത്ഥിച്ചത്, പടച്ചോനെ റമദാനിൽ ചെയ്ത എല്ലാ അമലുകളും സ്വീകരിക്കണേ റബ്ബേ. പിന്നത്തെ 6 മാസം പടച്ചോനെ റമദാനിലേക്ക് ഞങ്ങൾ അടുപ്പിക്കണേ റഹ്മാനെ എന്നാണ്. അതുകൊണ്ട് നമ്മൾ പടച്ചവൻ തന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ, നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവസാന ഖുർആൻ പറഞ്ഞ ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടിയാവുന്നു. എന്താ നന്ദി കാണിക്കുന്ന പടച്ചോനെ ഓർക്കുക. അള്ളാഹുവിനെ ഓർക്കാത്ത നിമിഷം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നെ ഓർക്കുക, എന്നാൽ ഞാൻ നിങ്ങളെ ഓർക്കും. നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കുക, നിങ്ങൾ നന്ദികേട് കാണിക്കരുതേ. ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം നിങ്ങൾ ഓർത്തു നോക്കുവിൻ. നമ്മൾ ഓർത്തു നോക്കണം. പടച്ചോ നമുക്ക് ചെയ്ത ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഓരോ ദിവസവും നമ്മളതിങ്ങനെ ചിന്തിക്കണം അതിനെക്കുറിച്ച്. പക്ഷേ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ധാരണ, എനിക്കിപ്പോൾ എന്താ ഉള്ളത്, എനിക്കെന്ത് അനുഗ്രഹമാണുള്ളത് എന്നൊരു ചിന്തയും വേവലാതിയും മനസ്സിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂത യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ ബിഹദാഫിരിഹാ. ആരെങ്കിലും തൻ്റെ വീട്ടിൽ നിർഭയത്വത്തോടു കൂടി കഴിയുകയാണെങ്കിൽ, അതുപോലെ തന്നെ അവന്റെ ശരീരത്തിൽ ആഫിയത്തുണ്ട്, പ്രത്യേകിച്ച് വലിയ അസുഖങ്ങളൊന്നുമില്ല എങ്കിൽ, അന്നന്ന് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടെങ്കിൽ, അവൻ ദുനിയാവിനെ അതിൻ്റെ എല്ലാ പകിട്ടോടുകൂടിയും ആസ്വദിച്ചവനാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ചപ്പോൾ നിങ്ങൾ, നമുക്ക് സുഖസുന്ദരമായിട്ട് നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയുന്നു. അതിന് കഴിയാത്തത്ര കുടുംബങ്ങളുണ്ട്. നമ്മൾ ഫലസ്തീനിലേക്ക് നോക്കുമ്പോൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് ഭയപ്പാടോടുകൂടിയാണ്. അവർ സ്വന്തമായിട്ട് അവർക്ക് കിടക്കാൻ കഴിയുന്നല്ലോ, വീടില്ലാത്ത ആളുകൾ. അവിടെ കാലിക്കുമ്പോൾ നമുക്ക് എത്ര വലിയ അനുഗ്രഹം. നമ്മൾ വീടിൻ്റെ വലുപ്പം നോക്കണ്ട, നമ്മൾ വീടിൻ്റെ വലുപ്പം നോക്കണ്ട, സൗകര്യം നോക്കണ്ട, നമുക്കവിടെ നിർഭയത്വത്തോടുകൂടി കഴിയാൻ സാധിക്കുന്നുണ്ടോ? അൽഹംദുലില്ലാഹ്, നമ്മൾ വലിയ അനുഗ്രഹത്തിലാണ്. ഇനി അന്നൊക്കെ കഴിക്കാനുള്ള ഭക്ഷണം നമ്മളെ കയ്യിലുണ്ടോ? എന്നാൽ നമ്മൾ വലിയ അനുഗ്രഹത്തിലാണ്. കാരണം ഭക്ഷണത്തിന് വകയില്ലാത്ത എത്ര ആളുകളുണ്ടെന്നറിയോ? എത്രയോ ആളുകൾ വിശന്ന് കഴിയുന്നവർ, വെള്ളം പോലും കുടിക്കാൻ കഴിയാത്തവരുണ്ടാകുമ്പോൾ നമ്മൾ എത്ര അനുഗ്രഹത്തിലാണ്. പിന്നെ നമുക്ക് വലിയ അസുഖങ്ങളൊന്നും കാര്യമായിട്ടില്ല. ഇനി അസുഖം ഉണ്ടെങ്കിൽ തന്നെ എന്താണ്? അസുഖം ഉണ്ടെങ്കിൽ തന്നെ ആ അസുഖത്തിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളൊക്കെ പടച്ചോ പൊറുക്കും. മാരകമായ അസുഖങ്ങളൊന്നും ഇല്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയുന്നു. ഇതിൻ്റെ വിലപ്പെടണം. ഇത് ഒരു അനുഗ്രഹത്തിൻ്റെ മൂല്യപ്പെടം മനസ്സിലാക്കാന്നറിയോ? നമ്മളൊന്ന് വീട് വിട്ടിട്ടൊന്ന് ഹോസ്പിറ്റലിലേക്കൊന്ന് പോയാൽ മനസ്സിലാക്കാൻ കഴിയും. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ വില എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. പല രോഗികൾക്കും ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നാവിലൂടെ ഇറങ്ങുമ്പോഴേ രുചിയിലുള്ളൂ. ഇവിടെ തുളച്ചിട്ടാണ് ഭക്ഷണം അതിലൂടെ ഇറക്കി കൊടുക്കണം. ഇതൊന്നും ഞാൻ വിശദീകരിക്കേണ്ടതില്ല. നമ്മളൊക്കെ രോഗികളെ കാണാൻ പോകുമ്പോഴാണ് അതിൻ്റെയൊക്കെ വേദന മനസ്സിലാക്കുന്നത്. ഈ റമദാൻ കഴിഞ്ഞിട്ട് പെരുന്നാളിൻ്റെ അന്ന് സ്വന്തം കുടുംബത്തിലെ മുഴുവൻ ആളുകളും പള്ളിയിലേക്ക് പോകുമ്പോഴും ആ ഹോസ്പിറ്റലിൽ തൻ്റെ കാലിൻ്റെ വിലപ്പെട്ട 3 വിരലുകൾ മുറിച്ച് കളഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരു സുഹൃത്തിനെ കാണാൻ പോയപ്പോഴാണ് സഹോദരങ്ങൾ നമ്മളെ വിരലിൻ്റെ വില മനസ്സിലാക്കുന്നത്. അപ്പം ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. ഇതൊന്നും കുറവല്ല. ഒരിക്കൽ ഇമാം യൂനുസ് ബിൻ ഉബൈദില്ല എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് വേവലാതി പറയണം. എന്താ വേവലാതി അറിയോ? ഭയങ്കര വിഷമാണ്, ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ യൂനുസ് ബിൻ ഉബൈദില്ല ചോദിക്കുന്നു, നിന്റെ കണ്ണെന്ന് എനിക്ക് തരുമോ? 1,00,000 ദിർഹം തരും. അയ്യാൻ തരൂല. എന്നെ കൈ തരുമോ? തരൂല. കാല് തരുമോ? തരൂല. ഇങ്ങനെ ഓരോ അവയവങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെ തരുന്നില്ല നീ അല്ലേ?
നീ എത്രമാത്രം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മില്യൺ കോടിയുടെ ഉടമസ്ഥനാണ് നീ, എന്നിട്ടും നീ അള്ളാഹുവിൻ്റെ പേരിൽ നീ വേവലാതി പറയുകയാണോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ തിരിച്ചയച്ചെന്ന് പറഞ്ഞു. ഖുർആൻ പറഞ്ഞില്ല, നിങ്ങൾ ചോദിച്ചതൊക്കെയും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒന്നിങ്ങനെ എണ്ണി നോക്കി, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയൂല നമുക്ക്. എന്നിട്ട് അല്ലാഹു പറയുന്ന ഇൻസാന ലളൂമുൻ കഫാർ, മനുഷ്യനാവട്ടെ അവൻ അക്രമിയാണ്, അവൻ നന്ദി കെട്ടവനാണ്. ഇതൊക്കെ കിട്ടിയിട്ടും അത് തന്ന റബ്ബിനെ ഒന്ന് ശുക്ർ ചെയ്യാൻ അവന് സാധിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് മാത്രം നോക്കിയാൽ മതി. നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് രണ്ട് എക്സാമ്പിൾ മാത്രം പറയാം. നമ്മൾ ഈ കിഡ്നി ഉണ്ടല്ലോ അല്ലേ, ഈ മാങ്ങടൻ്റെ എത്ര വലിപ്പമുള്ള കിഡ്നിയുണ്ട്, അതിൻ്റെ പ്രവർത്തനം എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശരീരത്തിൽ? നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ ശുദ്ധീകരിക്കുന്നു, രക്തം ശുദ്ധീകരിക്കുന്നു. ഒരു മിനിറ്റിൽ 1/2 കപ്പ് രക്തമാണ് ശുദ്ധീകരിക്കുന്നത്. 1/2 കപ്പ് രക്തം. ഇതരിക്കാൻ വേണ്ടി ഒരു ദശലക്ഷക്കണക്കിന് ഫിൽറ്റർ ഏതിലുണ്ട്? നമ്മുടെ കിഡ്നിയിലുണ്ട്. ദശലക്ഷക്കണക്കിന് ഫിൽറ്റർ. ഇതാരാ സംവിധാനിച്ചത്? അള്ളാഹ് സംവിധാനിച്ചത്. എന്തിനാ? മനുഷ്യന് നേരം പോലെ എഴുന്നേറ്റ് നടക്കാൻ, അവനൊന്ന് മൂത്രമൊഴിക്കാൻ. മൂത്രമൊഴിച്ചിട്ടില്ലെങ്കിൽ അവസ്ഥ എന്താവും? അപ്പൊ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ അല്ലാഹു തന്നിട്ടുള്ള ചെറിയൊരു അവയവം, ആ ഒരു അവയവത്തിന് പോലും നമ്മൾ അതിൻ്റെ വില ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിലോ, അതൊന്ന് മാറ്റി വെക്കണമെങ്കിൽ എത്ര ലക്ഷം ഉറുപ്പിയാണ് അറിയോ? എത്രേ സ്ഥലങ്ങളിൽ പിരിവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കിഡ്നി മാറ്റൽ, കരള് മാറ്റൽ, ഓരോന്നോരോന്ന് ഇങ്ങനെ ആലോചിച്ചു നിങ്ങൾ. അപ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത് പടച്ചോൻ്റെ വില. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് ഇതിനൊന്നും നമ്മൾ ആരും ബില്ലടക്കുന്നില്ല. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ബില്ലടക്കുന്നില്ല. നമ്മൾ രാവിലെ മൂത്രയ്ക്കാൻ കക്കൂസിലേക്ക് പോകുമ്പോൾ തിരിച്ചിട്ട് ഉഫ്രാനക്ക് എന്ന് പറഞ്ഞ് തിരിച്ചുകിട്ട് വരുമ്പോൾ അതിനൊന്നും ബില്ലടക്കുന്നില്ല. ഇതിനൊക്കെ എന്തെങ്കിലും ചെറിയ ഫാൾട്ടുകൾ, ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കുക ഇതിൻ്റെയൊക്കെ ധാതാവ്, ഇതിനൊക്കെ നിർമ്മിച്ചു തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം പരിശുദ്ധനാണ്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, അവനാകുന്നു ഖാലിഖ്, സൃഷ്ടാവാനവനാണ്. അൽ ബാരിഉ, എല്ലാം നിർമ്മിച്ചുണ്ടാക്കിയെന്നവനാണ്. അൽ മുസവ്വിർ, എല്ലാം രൂപപ്പെടുത്തുന്നവനാണ് ആ പടച്ചോൻ. ആ പടച്ചോനെ നമ്മൾ അറിയണം അല്ലേ? ആ മൂത്രപ്പുരയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഉഫ്രാനക്ക് എന്ന് പറയാൻ ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരോട് ചോദിച്ചാൽ മതി. അവരോട് ചോദിച്ചാൽ എത്ര വേദനയാണ് അവർ അനുഭവിക്കുന്നത്, എത്ര പൈസയാണ് ചെലവഴിക്കുന്നത് ആ വിഷയത്തിൽ എന്നുള്ളത്. ചില കിഡ്നി രോഗികൾക്കൊക്കെ ആകുള്ളത് ഒരു കപ്പ് വെള്ളമാണ്. ആ കപ്പ് വെള്ളം കൊണ്ട് എല്ലാം തീർക്കണം. ഭക്ഷണത്തിലും ഗുളിക കുടിക്കാനൊക്കെ പാടാൻ ആ ഒരു കപ്പ് വെള്ളം ഉണ്ടാവുള്ളൂ. അത്രമാത്രം വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാർ. അതേപോലെ തന്നെ അല്ലാഹു നമുക്ക് നൽകിയ തലച്ചോറിനെ കുറിച്ച് ഇതൊക്കെ നമ്മൾ ഇടക്കൊന്ന് ആലോചിക്കണം, ഇടക്കൊന്ന് പഠിക്കണം, ചിന്തിക്കണം. നമ്മൾ ഇപ്പൊ ഈ AI യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. AI നല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് നിർമ്മിത ബുദ്ധി. മനുഷ്യൻ റോബോട്ടിനൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ റോബോട്ടിനെ ഉണ്ടാക്കാനും അതിനെക്കുറിച്ച് ആലോചിക്കാനും ആരാണ് ആ മനുഷ്യന്റെ തലച്ചോറിൽ ഒരു നിലക്കുമുള്ള പ്രശ്നങ്ങളോ ഒരു നിലക്കുള്ള അപകടങ്ങളോ വരാതെ ആ തലയോട്ടിനുള്ളിൽ തലച്ചോറ് സംവിധാനിച്ചത് ആരാണ്? 1400 ഗ്രാമാണ് ഒരു പുരുഷന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ തലച്ചോറിന് തൂക്കം എന്ന് പറഞ്ഞാൽ. അത് എടുത്തിട്ട് ഇങ്ങനെ മാറ്റി വെക്കാനൊന്നും മനുഷ്യന്മാർക്ക് കഴിയില്ല. അത്രമാത്രം വലിയ സങ്കീർണമായ, അതിസങ്കീർണമായ നിലക്കാണ് അല്ലാഹു ഇത് സംവിധാനിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഹൃദയം, ഹാർട്ട്, ഓരോന്നോരോന്ന് പറയുകയാണെങ്കിൽ ആ ഹാർട്ടിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഹാർട്ടിന് പകരമായിട്ട് നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് നമ്മളൊന്ന് ഉണ്ടാക്കുകയാണെങ്കിലോ 500 കോടിയിലധികം രൂപ അതിന് ചെലവ് വരുന്ന പറഞ്ഞു. 500 കോടിയിലധികം രൂപ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയുന്ന വിഷയം. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങളും അതിലെ ഓരോ കാര്യങ്ങളും അത് കൃത്യമായിട്ട് ഇങ്ങനെ അതിൻ്റെ വില കണക്കാക്കുന്നുവെങ്കിൽ നമ്മൾ എത്രമാത്രം അല്ലാഹുവിന് നന്ദിയുള്ളവരായിരിക്കണം. ഖുർആൻ പറയുന്നു, ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. അവനാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നവൻ. കേൾവി, കാഴ്ച, ഹൃദയം, ഇതൊക്കെ പടച്ചോനാണ് തന്നത്. എത്ര ആളുകൾ, കുറച്ച് ആൾക്കാർ മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ. വളരെ കുറച്ച് ആൾ മാത്രം. ഞാൻ ചിന്തിച്ചാൽ മതി ഞാൻ എത്രമാത്രം നന്ദി കാണിക്കുന്നവനാണ്. പക്ഷെ ഇവിടെ വിഷയം എന്താ വെച്ചാൽ നമ്മൾക്കിപ്പോഴും നമ്മൾ അനുഗ്രഹത്തിൻ്റെ വില മനസ്സിലായിട്ടില്ല. ഇപ്പോഴും നമ്മൾ നിരാശയിലാണ്. എങ്ങനെ നിരാശ? ഞാൻ താരതമ്യം ചെയ്യണം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന്
എൻ്റെ വീട്ടിൽ എൻ്റെ സുഖങ്ങളെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, ഞാൻ അയൽപക്കത്തേക്കാണ് നോക്കുന്നത്. അയൽപക്കത്തിൻ്റെ വീട്, അവിടുത്തെ സൗകര്യം, അവിടുത്തെ കാറ്, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ആ ബാക്കിയുള്ള വിഷയങ്ങൾ, ഇതിലേക്കാണ് പലപ്പോഴും ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ അനുഗ്രഹത്തിൻ്റെ വില കൃത്യമായി മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഭയങ്കര ടെൻഷനിലാണ്, എനിക്കത്രയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഈ ടെൻഷനോടുകൂടി ജീവിക്കുന്ന മനുഷ്യന് എവിടെ പിന്നെ അള്ളാഹ്ക്ക് നന്ദി കാണിക്കാൻ സാധിക്കാം? റസൂലുള്ളാഹി പറയുന്നു, ഇദാ നളറ അഹദുക്കും ഇലാ മൻ ഫുദ്ദില അലൈഹി ഫിൽ മാലി വൽ ഖൽഖി, സൃഷ്ടിപ്പിന്റെ വിഷയത്തിലാണെങ്കിലും ധനത്തിന്റെ വിഷയത്തിലാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം നൽകി ഒരാളെ നീ കണ്ടാൽ, അവലേക്ക് നീ നോക്കിയാൽ, ഫൽയൻദുർ ഇലാ മൻ മൻ ഹുവ അസ്ഫല മിൻഹു, അതിനേക്കാൾ പിന്നെ അനുഗ്രഹം കുറഞ്ഞ ആളിലേക്ക് നീ നോക്കിക്കൊള്ളട്ടെ എന്നാണ് പറഞ്ഞത്. ഒരു നല്ല അനുഗ്രഹമുള്ള ഒരാളെ നമ്മൾ കണ്ടാൽ നമ്മളപ്പോ അതിനെക്കുറിച്ച് വേവലാതിപ്പെടില്ല. അതില്ലാത്ത ആളുണ്ട്, എനിക്ക് നൽകപ്പെട്ട അനുഗ്രഹമുണ്ട്, എനിക്ക് നൽകപ്പെട്ട അനുഗ്രഹത്തെക്കാൾ കുറവുള്ള അനുഗ്രഹത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. നമ്മളിങ്ങനെ നമ്മുടെ മാരുതി കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഓടിയിലേക്ക് നമ്മൾ നോക്കണ്ട, ഓൻ ഓടിയിൽ ഓടിക്കോട്ടെ, അത് പടച്ച ഒരു ഫضل കൊടുത്താണ്. നമ്മൾ നടന്നു പോകുന്ന ആൾക്കാരുണ്ട്, ഇവിടെ മോട്ടോർ വെഹിക്കിൽ പോകുന്നവർ, ബസ്സിൽ കയറുന്ന ആളുകളുണ്ട്. നമ്മൾ അവിടേക്ക് നോക്കിയാലോ അൽഹംദുലില്ലാ സന്തോഷിക്കാൻ കഴിയും. ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗഖക്കും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. നിങ്ങൾ ഒരിക്കലും മേപ്പോട്ട് നോക്കരുത്, നിങ്ങൾ താഴോട്ട് നോക്കണം. എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ വില നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ പടച്ചവൻ തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിനൊരിക്കലും നമ്മൾ താരതമ്യം ചെയ്യണ്ട. നമുക്ക് കിട്ടിയത് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കണം. ഇപ്പോൾ ചില ആളുകൾക്ക് ഈ കുട്ടികൾ, മക്കളെ വിഷയത്തിൽ, എൻ്റെ കുട്ടി പിന്നെ പഠിക്കണില്ല, ഭയങ്കര മടിയനാണ്, ഒന്നും എനിക്ക് മണ്ടേ കയറില്ല, ഇന്ന് അയലോകത്ത് പോകുന്ന കണ്ടില്ലേ, ഇപ്പോൾ വലിയ ജോലിയിലാണ്, വലിയ ദർജയിലാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ മക്കളെ വില മനസ്സിലാക്കണമെങ്കിൽ ഈ മക്കളില്ലാത്തവരും മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന, ആരോഗ്യകരമായ രീതിയിൽ പ്രയാസപ്പെടുന്ന കുടുംബത്തിലേക്ക് നമ്മൾ നോക്കണം. ചില ഉമ്മമാരെ കണ്ടെന്നറിയും, ഒരൊറ്റ കല്യാണത്തിനൊരു പോരില്ല, ഒരു പുറത്തേക്ക് ഇറങ്ങൂല, ഏത് ഭാഗത്തേക്ക് ഇറങ്ങൂല. എന്താ കാരണം? എൻ്റെ കുട്ടി എവിടെ ഉണ്ട്? എന്താ കുട്ടിക്ക് നടക്കാൻ വയ്യ, കുട്ടിക്ക് അനങ്ങാൻ വയ്യ. അവളുടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് ആ ഒരു ബെഡിലാണ്. അവൾക്ക് ആശ്രയമായിട്ടുള്ളത് ഉമ്മ മാത്രമാണ്. ഉമ്മ എന്ന് വിളിക്കുന്നത് വരെ ആ ഉമ്മ കുട്ടിയെ പരിലാളിക്കുകയാണ്. ഇന്നേ വരെ ഉമ്മ എന്ന് വിളിച്ചിട്ടില്ല. അങ്ങനത്തെ കുട്ടികൾ ജീവിക്കുന്ന, ആ കുട്ടികളെ പരിപാലിക്കുന്ന ഉമ്മമാരുണ്ടാകുമ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മുടെ മക്കളെ വില എന്താന്നുള്ളത്. നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാനും അവരെ സ്നേഹിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. അതല്ലാതെ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിലോ അവരെ കഴിവുകളുടെ വിഷയത്തിലോ വേവലാതിപ്പെടൽ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ മക്കളോട് പറയാനുള്ളത്, നമുക്ക് നൽകപ്പെട്ട വലിയ അനുഗ്രഹമാണ് നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ, ആ മാതാപിതാക്കളെ നമ്മൾ ചേർത്ത് പിടിക്കണം. അവരില്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് അതിൻ്റെ വില നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരിക്കലും ഒരു കാറിൽ ഒരു കുട്ടിയെ കയറ്റിയിട്ട് അവനെ കൊണ്ടുപോകുന്ന സമയത്ത് അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ വാപ്പല്ല, 5-ാമത്തെ വയസ്സിൽ എൻ്റെ വാപ്പ മരിച്ചെന്ന്. ആ അനാഥ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ, സഹോദരങ്ങളെ, വാപ്പയില്ലാത്തവൻ്റെ മുഖത്തുള്ള ആ വിഷമം നമുക്ക് വായിച്ചെടുക്കാൻ സാധിച്ചു. ഓരോ കാര്യങ്ങൾ പറയാൻ, എൻ്റെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ ആ ഓരോ കുട്ടിക്കുള്ളത് ഒരു പിതാക്കളാണ്. ആ പിതാക്കൾ ഇല്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഓരോ കുട്ടിയും ആ പിതാവിൻ്റെ വില ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് മക്കളെ, ഒരിക്കലും പിതാക്കന്മാരെ വേദനിപ്പിക്കരുത്, അവരൊരിക്കലും പ്രയാസപ്പെടുത്തരുത്. അവരുടെ അവരുടെ താല്പര്യങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള ഒരു താല്പര്യം ഒരിക്കലും നമുക്ക് ഉണ്ടാവരുത്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ വളരെ വേദനയേറിയ കാലഘട്ടം. പെൺകുട്ടികളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയാണ്, എന്തിനാണ് കല്യാണം, എന്തിനാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ടോ അവർ കല്യാണം കഴിക്കുന്നു, അവർ കല്യാണം ആലോചിക്കുന്നു. ആരാലോചിക്കുന്നു? അവർ കണ്ടിഷ്ടപ്പെട്ട ഒരുത്തനെ. അവന് ഹിസ്റ്ററി അവൾക്കറിയോ? അറിയില്ല. പിന്നെന്താ ഉള്ളത്? കണ്ടു ചിരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒരു രക്ഷിതാവ് ഒരു പെൺകുട്ടിക്ക് ഒരു കല്യാണ ആലോചന നടത്തുകയാണെങ്കിൽ നാട് മുഴുവൻ അന്വേഷിക്കും. ഒരുപാട് ആളുകളോട് ചോദിക്കും, എന്തിനാ? എൻ്റെ കുട്ടി, എൻ്റെ കരളിൻ്റെ കഷ്ണം, അവൾ ഇനിയുള്ള ജീവിതത്തിൽ ഒരിക്കലും പ്രയാസപ്പെടാൻ പാടില്ല, ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല, അവളൊരിക്കലും ഇവിടുന്ന് കരഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവളെ കൃത്യമായി സ്നേഹിക്കുന്നൊരു ഭർത്താവിൻ്റെ കയ്യിൽ അവളെ ഏൽപ്പിക്കണമെന്ന ആത്മാർത്ഥമായ ബോധത്തോടുകൂടി അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തിയിട്ടാണ് ഒരു വരനെ കൊടുക്കുന്നത്. പക്ഷേ ഈ പെൺകുട്ടികൾ അങ്ങനെയാണോ? അല്ല. അതുകൊണ്ട് പെൺകുട്ടികളോട് മനസ്സിൽ പറയാനുള്ളത്, ഒരിക്കലും അത്തരത്തിൽ മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്.
അവർ നമുക്ക് നൽകിയ പടച്ചൊരു വലിയ അനുഗ്രഹമാണ്. ഖുർആൻ പറഞ്ഞില്ലേ, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം, വലിവാലിദൈക നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്ദി കാണിക്കണം എന്ന് കൃത്യമായിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അതിനാൽ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന ഒരു മനസ്സ് ഒരിക്കലും കുട്ടികളെ നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ വില അവർ മനസ്സിലാക്കണം. അവർക്ക് പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടാവും, ചിലപ്പോൾ പോരായ്മകളുണ്ടാവും. ആ പോരായ്മകൾ നിങ്ങൾ ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് A+ കുറവാണെങ്കിൽ A+ തീരല്ലാത്ത കുട്ടികൾ അപ്പുറത്ത് വേറുണ്ട്. അപ്പം ഇവിടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹം, എനിക്ക് ഇല്ലാത്തത് എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്, പക്ഷെ തീരെ കിട്ടാത്ത ആൾക്കാർ അപ്പുറത്തുണ്ടല്ലോ എന്ന ചിന്ത മനസ്സിൽ വരുമ്പോൾ നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവും. ഉയർന്നുയർന്ന് ചിന്തിക്കാനും പഠിക്കാനും കഴിയണം. ഒരിക്കലും തളരാനും നിരാശപ്പെടാനും നമ്മൾ ആവരുത്. എന്തെങ്കിലും നിലക്കുള്ള കഴിവില്ലാത്തവർ ഈ ലോകത്താരുണ്ടാവില്ല. ഇനി ഒരാൾക്ക് അങ്ങനെ പഠിക്കാൻ താല്പര്യമില്ല, പഠിക്കാൻ കഴിയുന്നില്ലെങ്കിലോ അവൻ അള്ളാഹുവിനെ തവക്കലാക്കി റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മാർഗം കാണിച്ചു കൊടുക്കും. ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത മാർഗത്തിലൂടെ പടച്ചവൻ നമുക്ക് മാർഗം കാണിച്ചു തരും. അതുകൊണ്ട് ആ വിഷയത്തിലൊന്നും വെപ്രാളപ്പെടാതെ റബ്ബിന് അനുഗ്രഹത്തെക്കുറിച്ച് ബോധ്യപ്പെടണം. ഈ അനുഗ്രഹം എങ്ങനെ നിലനിൽക്കപ്പെടാം? നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹം നിലനിൽക്കപ്പെടാണ് റബ്ബിനോട് നിരന്തരമായി ശുക്ർ ചെയ്യുമ്പോൾ. നിരന്തരമായി ശുക്ർ ചെയ്താൽ അനുഗ്രഹങ്ങൾ അവിടെ നിലനിൽക്കും. അനുഗ്രഹം എന്ന് പറയുമ്പോൾ അൻഅമു അളിയാഫുൻ, അനുഗ്രഹങ്ങൾ വിരുന്നുകാരാണ്. അതിനെ നിയന്ത്രിക്കൽ, അതിനെ സ്വീകരിക്കൽ എന്തുകൊണ്ടാണ്? ശുക്ർ, നന്ദി കൊണ്ടാകുന്നു. ചിലപ്പോൾ അനുഗ്രഹം വരും, ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. ആ വരുന്ന സമയത്ത് അതിനെ സ്വീകരിക്കേണ്ടത് ശുക്ർ കൊണ്ടായിരിക്കണം. വൽ ബലായ അളിയാഫുൻ, അതുപോലെ തന്നെ പരീക്ഷണങ്ങൾ അതും വിരുന്നുകാരാണ്. അതിനെ ആദരിക്കേണ്ടത് സബർ കൊണ്ടാകുന്നു. അങ്ങനെയാണ് അനുഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് വന്നും പോയിക്കൊണ്ടേയിരിക്കും. അത് ലഭിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് നിരാശപ്പെടാനും പാടില്ല. കാരണം ഇതിൻ്റെയൊക്കെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. നമുക്കൊരുപാട് സമ്പത്ത്, നിഅമത്തായിട്ട് ഒരുപാട് സമ്പത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആര് തന്നതാ? അത് പടച്ചോൻ തന്നതാ. ഇന്ന റബ്ബക യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖദിർ. അള്ളാഹുവാണ് നിങ്ങൾക്കിടയിൽ റിസ്ഖിനെ വിശാലമാക്കുന്നതും കുടുസാക്കുന്നതും ഒക്കെ പടച്ചോനാണ്. അതുകൊണ്ട് കിട്ടിയതിലൊരു അഹങ്കാരം വേണ്ട, വിനയമാണ് വേണ്ടത്. നമ്മൾ ചെലവഴിക്കുമ്പോൾ, ഇപ്പം സദഖയും സക്കാത്തൊക്കെ ചെലവഴിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്താ വേണ്ടാണ്ട്? ഇത് പടച്ചോൻ എനിക്ക് തന്നതാണ്. വൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുവിൻ. മിമ്മാ റസഖ്നാക്കും, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുവിൻ എന്ന പടച്ചോൻ പറഞ്ഞത്. ഇതിൻ്റെ ഔദാര്യമല്ല. ഞാൻ ചെലവഴിക്കുന്നത്, സക്കാത്ത് കൊടുക്കുന്നത് എൻ്റെ ഔദാര്യമില്ല, പടച്ചോൻ എനിക്ക് തന്നതാണ്. ആ തന്നിന് നന്ദി കാണിക്കലാണ്. ഇതാണ് വേണ്ടത്. അതല്ലാതെ അഹങ്കാരം ഒരിക്കലും പാടില്ല, ധൂർത്തു പാടില്ല. പടച്ചോൻ തന്ന അനുഗ്രഹത്തിന് ധൂർത്താക്കുക. കല്യാണങ്ങൾ വരുമ്പോൾ കണ്ടമാനം പൈസ ചെലവഴിച്ചിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ട് ആ ഒരു രൂപം, അതൊരിക്കലും ഇസ്ലാമിക ഒരു വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല. നമ്മളവിടെ റബ്ബിന് ശുക്ർ ചെയ്തിട്ട് ധൂർത്തില്ലാതെ അനുഗ്രഹം അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന രൂപത്തിൽ, അതായത് നമുക്ക് പടച്ചോ അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് അത് നമ്മൾ അടയാളമായിട്ട് കാണണം നമ്മളിൽ. പക്ഷേ ഒരിക്കലും ധൂർത്ത രൂപത്തിലേക്ക് കാണാൻ പാടില്ല. ഇങ്ങനെ പടച്ചവൻ തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ സമയത്തും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇതെങ്ങാനും നഷ്ടപ്പെട്ടാൽ, പടച്ചവൻ തന്ന അനുഗ്രഹം എന്നിൽ നിന്ന് അള്ളാഹ് ഒന്ന് എടുത്തു മാറ്റിയാൽ അത് തിരിച്ചു നൽകാൻ ആരും ഈ ലോകത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിനയത്തോടുകൂടി, അഹങ്കാരമില്ലാതെ, ഊർത്തില്ലാതെ എല്ലാവരോടും വളരെ സ്നേഹത്തോടുകൂടി ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്
وعلى آله وصحبه أجمعين أما بعد أيها الناس أوصيكم وإياي ثانيا بتقوى الله. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി സൂക്ഷിച്ചു പാലിച്ച് അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തി ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചാൽ പടച്ചവന് വർധനവ് നൽകുന്നവർ. ലൈൻ ശകർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ വർധനവ് നൽകും. പടച്ചവന്റെ മാർഗത്തിൽ സദഖ ചെയ്താൽ അള്ളാഹു അതിൽ വർധനവല്ലാതെ ഒരിക്കലും കുറയിലുണ്ടാവില്ല. മാത്രമല്ല, നമ്മൾ സദഖ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സദഖ പടച്ചവൻ പരലോകത്ത് ചെല്ലുമ്പോൾ അതൊരു കുതിരക്കുട്ടിയെ വളർത്തുന്ന പോലെ ആ സദഖ ദാനധർമ്മം അങ്ങനെ വളർത്തി വളർത്തി വലുതാക്കിയിട്ടുണ്ടാവുന്നു. അതുകൊണ്ട് ശുക്രിൻ്റെ കാര്യത്തിൽ ഒരു പിന്നോട്ടടിക്കാൻ പാടില്ല. നമുക്ക് പടച്ചോൻ തന്നിട്ടുള്ള ആ ഒരു ആരോഗ്യമുണ്ട്, ശരീരമുണ്ട്. അതുകൊണ്ട് റബ്ബിൻ്റെ മാർഗത്തിൽ നമ്മൾ നന്മകൾ ചെയ്യുക, അതന്നെ ശുക്ർ. ഇപ്പോൾ നമ്മൾ ജമാഅത്തിൻ്റെ കാര്യം പറഞ്ഞു, നിസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞു. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു അളവും നമ്മൾ സ്വീകരിക്കരുത്, പ്രത്യേകിച്ച് ജമാഅത്തായി നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ. അത് സുബഹി ജമാഅത്ത്, ഇശാ ജമാഅത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധ ഉണ്ടാവണം. നമ്മുടെ സഹോദരിമാരോട് പറയാനുള്ളതാ, നമ്മുടെ വീട്ടിൽ പ്രായപൂർത്തിയായി മക്കളുണ്ടോ, അവരൊരിക്കലും പിന്നെ സുബഹി ജമാഅത്തിന് എഴുന്നേൽക്കാത്തവരായിട്ട് മാറരുത്. അവരെ നമ്മൾ എഴുന്നേൽപ്പിക്കണം. നമ്മുടെ വീട് കത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടികളെ എഴുന്നേൽപ്പിക്കൂലേ, വേഗം എഴുന്നിട്ട് വാ എന്ന് പറയും. അപകടമാണ്. അതിനേക്കാൾ വലിയ അപകടമാണ് അവർക്ക് വരാനിരിക്കുന്നത്. അവർ സുബഹി ജമാഅത്ത് നമസ്കരിക്കാതെ വീട്ടിൽ കടന്നുറങ്ങിയാൽ. അതുകൊണ്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് പടച്ചവൻ തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ അതിനുവേണ്ടി മാറ്റിവെക്കുക. നമുക്ക് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ആരോഗ്യം ക്ഷയിക്കുമ്പോഴാണ് അതിൻ്റെ വേദന മനസ്സിലാകുക. ചില രോഗികളായ ആളുകൾ അടുക്കലേക്ക് പോകുമ്പോൾ അവർക്ക് പറയാനുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നുണ്ട്, അസ്സലാത്തു ഖൈറും മിനൻ നൗം കേൾക്കുന്നുണ്ട്, പക്ഷെ എഴുന്നേറ്റ് പോകാൻ കഴിയുന്നില്ല എന്നുള്ള സങ്കടമാണ് അവർ പറയുന്നത്. നമുക്കതിനൊന്നും പ്രയാസങ്ങളില്ല, എല്ലാ സൗകര്യമുണ്ട്. വീടിൻ്റെ കുറച്ച് അപ്പുറത്താണ് നമ്മൾ, പിന്നെ പള്ളിയുടെ കുറച്ച് അപ്പുറത്തെ വീടെങ്കിൽ വണ്ടി സൗകര്യം കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് അത് ഒരിക്കലും നമ്മൾ മാറ്റിവെക്കരുത്. കാരണം അള്ളാഹ് തന്നിട്ടുള്ള ശരീരം കൊണ്ട് ചെയ്യുന്ന ശുക്റാണ് ഈ നമസ്കാരം എന്ന് പറഞ്ഞാൽ. മാത്രമല്ല, അതിൻ്റെ പ്രത്യേകത റസൂൽ പറഞ്ഞിട്ടുണ്ട്, മൻ സ്വല്ലാ ലിഇശാ ഫി ജമാഅത്തിൻ, ആരെങ്കിലും ഇശാ ജമാഅത്ത്, ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചു കഴിഞ്ഞാൽ ഫകഅന്നമാ നിസ്ഫൽ ലൈൽ, അവൻ രാത്രി പകുതിയോളം നമസ്കരിച്ചവനെ പോലെയാണ്. ഇനിയോ ഫമൻ സ്വല്ലാ സുബ്ഹ ഫി ജമാഅ, ആരെങ്കിലും സുബ്ഹി ജമാഅത്ത് അനുസ്കരിച്ചു കഴിഞ്ഞാലോ ഫകഅന്നമൽ ലൈല കുല്ലഹു, രാത്രി മുഴുവനും നമസ്കരിച്ചവനെ പോലെയാണ്. അതുകൊണ്ട് ആ ഒരു ദറജയിലേക്ക് എത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് തന്ന ശരീരത്തെ നമ്മൾ ഒരിക്കലും അതിനെ മലിനമാക്കരുത്. ലഹരിയുടെ ഉപയോഗം ഇന്ന് നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തീരുമാനിക്കണം. ഇവിടെ പോലീസുകാരും പട്ടാളം ഉണ്ടായിട്ടോ നിയമങ്ങളുണ്ടായിട്ടോ ഫ്ലക്സ് ബോർഡ് ഉണ്ടായിട്ടോ ബോധവൽക്കരണ ക്ലാസ് ഉണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. ഞാൻ തീരുമാനിക്കുക, എൻ്റെ ശരീരം എനിക്ക് പടച്ചോ തന്നിട്ടുണ്ട്. ആ തന്ന ശരീരത്തെ ഞാനെങ്ങാനും ദുരുപയോഗം ചെയ്തിട്ട് നശിപ്പിച്ചു കളഞ്ഞാൽ നാളെ റബ്ബിൻ്റെ മുന്നിലേക്ക് എനിക്ക് പോകണം. ഇവിടെ മാത്രമല്ല, എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഒരടി മുന്നോട്ടാണ് പോകയില്ല. നിനക്ക് നൽകിയ യുവത്വം, ആയുസ്, ഈ സമ്പത്ത്, വിജ്ഞാനം, അല്ലെ, ഇതിനൊക്കെ കുറിച്ച് എല്ലാം ചോദിക്കും. ആ ചോദിച്ചിട്ട് കൃത്യമായ മറുപടി പറഞ്ഞല്ലാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്ത ലോകം വരാനിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ശരീരം ഒരിക്കലും റബ്ബിൻ്റെ മാർഗത്തിലല്ലാതെ നശിപ്പിക്കാൻ പാടില്ല. റബ്ബിൻ്റെ മാർഗത്തിൽ അമല് ചെയ്യാനല്ലാതെ വേറെ തന്നെ നശിപ്പിക്കാൻ പാടില്ല. എനിക്ക് നൽകപ്പെട്ട സമയം അത് പടച്ചോന മാർഗത്തിൽ ചെലവഴിക്കല്ലാതെ വേറെ നിലയ്ക്ക് ചെലവഴിക്കാൻ പാടില്ല. ഈ നിലക്കുള്ള ചിന്തയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. എപ്പോഴും റബ്ബിന് നമ്മൾ ശുക്ർ കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സ്വാലിഹായ കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ ഭാഗത്ത് അപാകതകൾ, തെറ്റുകൾ സംഭവിച്ചിട്ട് നീ പുറത്ത് മാഫാക്കി റഹ്മാനെ. പടച്ചവനെ, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അരുമ സന്താനങ്ങൾ, ഇവർക്കെല്ലാവർക്കും പുറത്തു കൊടുക്കണേ നാഥ. അള്ളാഹുവെ, റയ്യാൻ എന്ന കവാടത്തിലൂടെ ക്ഷണിക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഫലസ്തീനി ബുദ്ധിമുട്ടുന്ന മക്കൾക്ക് സമാധാനം കൊടുക്കണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ കരുനിയമങ്ങളെ കൊണ്ട്
പ്രയാസപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികളെ കൃത്യമായി നീ നിലക്ക് നിർത്തുന്ന റഹ്മാനെ. പടച്ചവനെ, ഏത് പരീക്ഷണഘട്ടം വരുമ്പോഴും ക്ഷമയോടുകൂടി നിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഈമാനികമായ ആവേശം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.